ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിയുടെ അച്ഛൻ മരിക്കാണ് കേട്ടോ. അങ്ങനെ അമ്മയാണെങ്കിൽ ജയിലിലാകുകയാണ്. ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് നമ്മുടെ കമലാമ്മ ജയിലിലാകുകയാണ് കേട്ടോ. അതായത് പോലീസുകാരൊക്കെ വന്ന് നോക്കുമ്പോഴത്തേക്കിനും അമ്മ കത്തി ഊരി പിടിച്ചുകൊണ്ട് നിൽക്കണമായിരിക്കും കേട്ടോ കാണുന്നത്. അങ്ങനെ തെറ്റിദ്ധാരണയുടെ പുറത്ത് അമ്മയും ജയിലിലാകുകയാണ്. അപ്പോൾ സത്യങ്ങളൊന്നും തന്നെ പുറത്ത് പറയാൻ നിൽക്കുന്നില്ല കേട്ടോ. കാരണം സത്യങ്ങൾ പറയുമ്പോൾ ആ ഗുണ്ടകൾ എന്തിനാണ് തങ്ങളെ ആക്രമിച്ചതെന്നുള്ള കാര്യങ്ങളും പറയണം. അതുവഴി തങ്ങളുടെ മകളല്ല ഭൂമി എന്നുള്ള സത്യം പറയേണ്ടി വരും. അതുകൊണ്ട് എന്നേക്കുമായി ഇപ്പോൾ തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, അപ്പോൾ എന്നേക്കുമായി തൻ്റെ മകളും കൂടെ നഷ്ടമാകുമെന്ന് ഭയന്ന് കമലാമ്മൻ ഒന്നും തന്നെ പറയണില്ല കേട്ടോ. അങ്ങനെ എത്രയൊക്കെ ചോദിച്ചിട്ടും നമ്മുടെ ഭൂമിയാണെങ്കിൽ പോലും ചോദിച്ചിട്ടും ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ. അപ്പോഴും പറയുന്നത് അച്ഛൻ്റെ ഏതോ ശത്രുക്കളാണ് കൊന്നത് നമ്മളെ, അമ്മ അങ്ങനെ ചെയ്യുന്നു മോക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒഴിവാക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ഭൂമിയുടെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് ആകെ തളർന്നിരിക്കുകയാണ് കേട്ടോ. ആകെ സങ്കടമാണ് നമ്മുടെ അജയ്ക്കും. കാരണം അജയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ ഭൂമിയുടെ ആ ഒരു ക്യാരക്ടറും ഭൂമിയുടെ സംസാരവും അതുപോലെ തന്നെ ഭൂമിയുടെ ഇടപെടലൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നേ. അങ്ങനെ അഞ്ജനയുടെ ആ ഒരു കുരുക്കിൽ നിന്നും, അല്ലെങ്കിൽ അഞ്ജന അഞ്ജനനെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും ഭൂമിയെ വിവാഹം കഴിച്ച് എങ്ങനെയെങ്കിലും അഞ്ജനനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാന് അങ്ങനെ ആയിരിക്കും കേട്ടോ അജയുടെ മനസ്സിൽ തോന്നുന്നത്. അങ്ങനെ അജയ ആണെങ്കിൽ ഭൂമിയോട് പറയണം, ഇപ്പോൾ താൻ ഒറ്റയ്ക്കാണ്, ഇപ്പോൾ തനിക്ക് ആരുമില്ല, ഒരു കൂട്ടിനോ സഹായത്തിനോ ഒന്നും. അമ്മ ജയിലിൽ, അച്ഛനാണെങ്കിൽ മരിച്ചും പോയി, അപ്പോൾ താൻ ഒറ്റയ്ക്ക് എങ്ങനെ സർവൈവ് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ഭവാനിയുടെ ഗുണ്ടകളാണെങ്കിൽ നമ്മുടെ ഈ അച്യുതൻ മരിച്ചതിന് ശേഷം ഗുണ്ടയാണെങ്കിൽ അവിടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭവാനി എന്നിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, താനെ ഒന്ന് വിരട്ടി വിട്ടാൽ പോരായിരുന്നു സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ തന്നെ ആ ഭൂമിയെ കൊന്നാൽ പോരായിരുന്നു ആദ്യം, അല്ലാതെ അങ്ങേരെ എന്തിനാ ഇപ്പോൾ കൊന്നത് എന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഭവാനി ചോദിക്കാനുണ്ടോ. അപ്പം മേഡം പറഞ്ഞു ചെല്ലേ ഞാനത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഗുണ്ടയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗുണ്ടയാണെങ്കിൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഭൂമിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് അങ്ങനെ ഇരിക്കുകയാണേ. ഈ സമയത്ത് ഇങ്ങനെ ഭൂമിയുടെ ഇങ്ങനെ പുറകിലേക്ക് നോക്കുമ്പോഴാണെങ്കിൽ ഭൂമിയുടെ പുറത്ത് ആ ഒരു മറുക് കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഭൂമിയുടെ ആ ഒരു ചുരിദാർ ഇട്ടിട്ട് ചുരിദാറിൻ്റെ പുറകിലൊരു വള്ളി കൊണ്ടൊരു കെട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ വള്ളിക്കടിയിൽ തന്നെ ആയിരിക്കും ഭൂമിയുടെ ആ മറുകുള്ളത്. അപ്പോൾ അത് കാണാൻ പറ്റുന്നില്ലായിരിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആ ഗുണ്ട തെറ്റിദ്ധരിക്കുകയാണ്. അതായത് അയ്യോ, അപ്പോൾ ഈ കുട്ടിയുടെ പുറകിൽ മറുകില്ലല്ലോ, അപ്പോൾ ഇനി ഞാൻ തെറ്റിദ്ധരിച്ചാണോ, അപ്പോൾ അന്ന് ഞാൻ മറുക കണ്ട പോലെ എനിക്ക് തോന്നിയത് അന്ന് എൻ്റെ തോന്നലായിരിക്കാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ ഇക്കാര്യം ചെന്ന് ഭവാനിയോട് പറയാണ്, മേഡം എനിക്ക് തെറ്റുപറ്റിയതാണ് തോന്നുന്നത്, ആ കുട്ടിയുടെ പുറകിൽ മറുക കാണുന്നില്ല, അന്നപ്പോൾ എനിക്ക് തെറ്റുപറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നത്, ഇനിയിപ്പോൾ എന്താ മേഡം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഭവാനി പറയുന്നുണ്ട്, ഓ നീ എല്ലാം കൊണ്ട് തൊലച്ചല്ലോ, അങ്ങേരെയും വെറുതെ കൊന്നു കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കാര്യങ്ങൾ ശരിക്കും അന്വേഷിച്ചിട്ടും പറഞ്ഞിട്ട് ചെയ്താൽ പോരായിരുന്നു, എന്തിനാണ് ഇത്ര ധൃതി വെച്ചത്, അല്ലെങ്കിൽ തന്നെ ആ ഭൂമിയെ കൊന്നിരുന്നെങ്കിൽ എനിക്കും എൻ്റെ മകൾക്കും ചെറിയ പ്രയോജനമേലും ഉണ്ടായിരുന്നു, ഇതിപ്പോൾ അതും ഇല്ലാത്തൊരവസ്ഥയാക്കി കളഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ഭവാനിയാണെങ്കിൽ തെറ്റിദ്ധരിക്കുകയാണ്, നമ്മുടെ ഭൂമി അഭിരാമി അല്ല എന്ന് തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ, അച്യുതൻ്റെ മകളാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെ ഭവാനിക്ക് ചെറിയൊരു ആശ്വാസം വരികയാണ്. കാരണം അപ്പോൾ ഒരവകാശം പറഞ്ഞു വരില്ലല്ലോ. പക്ഷേ തൻ്റെ അജയ് ആണെങ്കിൽ അവളെ വിവാഹം കഴിക്കുമല്ലോ എന്നുള്ള ഒരു ഭവാനിയുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് നീറുന്നുണ്ടായിരിക്കുമേ. ആ സമയത്ത് എൻഗേജ്മെൻറ്റ് ദിവസം എല്ലാവരുടെ മുൻപിൽ വെച്ച് തന്നെ അജയ് പറഞ്ഞതുപോലെ തന്നെ ഭൂമിയുടെ കയ്യിൽ മോതിരം അണിയിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഭൂമിയെ എത്രയും പെട്ടെന്ന് തന്നെ ഭൂമിയെ വിവാഹവും കഴിക്കാൻ കേട്ടോ അജയ്. കാരണം അജയ് ആണെങ്കിൽ അത് തീരുമാനിച്ച് കഴിഞ്ഞിരുന്നു. അങ്ങനെ അജയുടെ ആ ഒരു ഓഫർ ഭൂമി സ്വീകരിക്കുകയാണ് കേട്ടോ. കാരണം ഭൂമിക്ക് ഇപ്പോൾ ആരുമില്ല, ഒരു എഗ്രിമെൻറ്റ് വിവാഹത്തിൽ കുറച്ചു കാലം മാറി നിൽക്കാമെന്ന് മാത്രം ഭൂമി ചിന്തിക്കാനുണ്ടോ. പിന്നെ അമ്മേനെ ജയിലിൽ നിന്ന് ഇറക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ തനിക്ക് പണവും ആവശ്യമുണ്ട്. അപ്പോൾ അജയ് ആണെങ്കിൽ ഒരു പണവും ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അജയിനെ ഭൂമിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അത് ഭൂമി തുറന്ന് പറയുന്നില്ല. കാരണം അജയുടെ മനസ്സിൽ തന്നോടൊരു സുഹൃത്ത് ബന്ധം എന്നൊരു അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛൻ മരിച്ചതുകൊണ്ട് ആ ഒരു അനുകമ്പ, ആ ഒരു സ്നേഹമേ ഉള്ളൂ, അല്ലാതെ ഒരു പ്രണയമില്ല എന്ന് മനസ്സിലാക്കുന്ന ഭൂമി തൻ്റെ പ്രണയം അജയോട് തുറന്ന് പറയാൻ മടി കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഞ്ജനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ അജയ് ആണെങ്കിൽ ഭൂമിയെ വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഭൂമിയാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കുമേ. അപ്പോൾ ഭൂമി ഇങ്ങനെ ഓർക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം അച്ഛൻ വന്നിട്ട് നാളെ തന്നെ നമുക്ക് ഇവിടുന്ന് പോകണം, നാട് വിടണമെന്ന് പറയുന്നു. അതിൻ്റെ പിറ്റേന്ന് അച്ഛൻ മറ്റ് കുറേ ആൾക്കാർ അച്ഛനെ കൊല്ലുന്നു. ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ
ഇവിടെ എന്തൊക്കെയൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഞാൻ അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ അച്ഛനും അമ്മയ്ക്കും ഇടയിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അല്ലെങ്കിൽ ഞാൻ കേൾക്കാതെ പല കാര്യങ്ങളും ഇവർ ഗൂഢാലോചന നടത്തിയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ എന്തോ ഒരു ഭയമുണ്ടായിരുന്നു, അതെന്താണെന്ന് അറിയണം. അതിന് അമ്മ ഒന്നും വിട്ടു പറയുന്നുമില്ല, ഇതിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭൂമി അജയുടെ ഹെൽപ്പ് കൂടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അജയ് ആണെങ്കിൽ തന്നെ സഹായിക്കാം, ഇതിന് പിന്നിലുള്ള സത്യങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അജയും ഭൂമിയും കൂടെ തന്നെ നമ്മുടെ അംബികേനെ കാണാൻ വേണ്ടിയിട്ട് ജയിലിൽ പോകുന്നുണ്ട്. അങ്ങനെ അജയും കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അംബിക വിട്ട് ഒന്നും തന്നെ അങ്ങനെ പറയുന്നില്ല കേട്ടോ, ഒന്നും തന്നെ പറയുന്നില്ല. ഇങ്ങനെ എനിക്കറിയില്ല, പണത്തിന് വല്ലതും വന്ന ഗുണ്ടകളായിരിക്കും, ആക്രമിച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിടുകയാണ് കേട്ടോ ആ ഒരു സംസാരം. അപ്പോൾ അജയ് പറയുന്നുണ്ട് തൻ്റെ അമ്മ എന്തൊക്കെയോ സത്യങ്ങൾ തന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്, അവരുടെ മനസ്സിൽ വല്ലാത്തൊരു ഭയം ഞാൻ അവരുടെ കണ്ണുകളിൽ കണ്ടു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഭൂമിയും പറയുന്നുണ്ട് അമ്മ ഒളിക്കുന്ന സത്യം എന്തായാലും ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും, എൻ്റെ അച്ഛനെ കൊന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയണം, അതിന് വേണ്ടിയിട്ടാണ് അമ്മയെ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണം, അമ്മേനെ ഞാൻ ഉടനെ തന്നെ ഇറക്കുന്നതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമിയാണെങ്കിൽ ഓരോ ഇങ്ങനെ ഓരോ തരത്തിൽ ഭൂമിയുടേതായിട്ട് അന്വേഷണങ്ങളൊക്കെ ഇങ്ങനെ നടത്തുകയാണ് കേട്ടോ. തൻ്റെ അച്ഛൻ തന്നിൽ നിന്ന് മറച്ച ആ സത്യം എന്തായിരുന്നു, പിന്നെ അച്ഛനെ കൊന്നതാരാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി നടക്കാനുണ്ട്. പക്ഷേ ഭൂമിയിൽ നിന്നും അതെല്ലാം തെളിവുകൾ ശേഖരിക്കുമ്പോൾ അതെല്ലാം മാറി മറിഞ്ഞ് പോകുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമിക്ക് ഒന്നും തന്നെ കണ്ടുപിടിക്കാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല കേട്ടോ. ഇതേ സമയത്തായിരിക്കും ഭൂമിയോടുള്ള വൈരാഗ്യം നമ്മുടെ ഭവാനിക്കും അഞ്ജനയ്ക്കും അങ്ങ് കൊടികുത്തി നിൽക്കുകയാണ്. കാരണം തൻ്റെ സ്ഥാനം കൈയടയ്ക്കാം ഭൂമിയോട് വല്ലാത്ത വെറുപ്പും വിദ്വേഷമായിരിക്കും കേട്ടോ. അങ്ങനെ ഭൂമിയോട് ഓരോ തരത്തിലും മത്സരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ അഞ്ജന. പിന്നെ ഭൂമി ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടെ ഭവാനിയുടെ കൈകടത്തിൽ വരികയാണ്. അതായത് ഭൂമി ചെയ്ത് വെച്ചിട്ട് പോയ കാര്യങ്ങളിലെല്ലാം അതെല്ലാം മാറ്റിമറിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമി എല്ലാവരുടെയും മുൻപിൽ ഒരു മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. അതായത് ഭൂമിയുടെ തലയിൽ മോഷണക്കുറ്റം ചുമത്തുക, പിന്നെ ഭൂമി ഉണ്ടാക്കുന്ന ഫുഡിൽ ഓരോന്ന് മായം കലർത്തുക, അങ്ങനെയുള്ള ഓരോരോ ശിങ്കിടി വേലകളൊക്കെ നമ്മുടെ ഭവാനി ചെയ്യാണ് കേട്ടോ. അപ്പം ഭവാനി ഒരിക്കൽ വന്നിട്ട് ഭൂമിയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ തന്നെ ആക്രോശിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ഭൂമിയോട് വന്നിട്ട് ഭവാനി പറയുന്നുണ്ട്, നീ അധികകാലം വാഴുമെന്ന് നീ കരുതണ്ട, നിൻ്റെ തന്ത ചത്ത് മലന്ന് പോയതുപോലെ തന്നെ നീയും പോകും എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഭൂമിക്ക് ദേഷ്യം വരികയാണേ. അത് കേൾക്കുമ്പോൾ ഭൂമിക്ക് അത് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. ഭൂമിയുടെ മനസ്സിന് വല്ലാത്തൊരു വേദന വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് നിൻ്റെ ജീവൻ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്, അല്ലെങ്കിൽ എന്നേ നിൻ്റെ തന്തയ്ക്ക് മുൻപ് നീയായിരുന്നു പോകേണ്ടിയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ ഭവാനിയുടെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഭൂമിക്ക് അതൊക്കെ ഒരു സംശയം തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമിയാണെങ്കിൽ അവിടെ നിന്നും കാണാതെ പോയ പണ്ട് നഷ്ടപ്പെട്ടു പോയ ആ അഭിരാമി എന്ന പിഞ്ചു കുഞ്ഞിനെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ മരിച്ചിട്ടില്ല എന്നും എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം, അവിടെ ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല, അവരെ ആരോ തട്ടിക്കൊണ്ട് പോവുകയായിരുന്നു, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ആരോ തട്ടിക്കൊണ്ട് പോവുകയായിരുന്നു എന്നുള്ള സത്യങ്ങളൊക്കെ ഭൂമി മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമി ആ കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് പറയുന്നുണ്ട്. സത്യനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഭവാനി കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭൂമി ഭവാനിയുടെ മുഖമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഭവാനി ആയിരിക്കും എല്ലാവരും സന്തോഷത്തോടെ ആണോ മോളെ, അപ്പോൾ അവരെ തിരിച്ച് കിട്ടുമോ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴും ഭവാനി ആയിരിക്കും ആകെ ടെൻഷൻ അടിച്ച് വിളറി വെളുത്ത് നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഭൂമി മനസ്സിലാക്കുകയാണ് ഭവാനിക്ക് പിന്നിലാണ് ചതികൾ ഒളിഞ്ഞിരിക്കുന്നത്, ഇതിൽ ഭവാനിയുടെ കൈകടത്തലുകൾ ഉണ്ട് എന്നുള്ള സത്യം ഭൂമി അങ്ങനെ മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമിയാണെങ്കിൽ ഭവാനീനെ ഒന്ന് വരട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭവാനിയോട് പറയുന്നുണ്ട്, എന്തായാലും കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു പോയല്ലോ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വനവാസത്തിനോ അല്ലെങ്കിൽ ജയിൽവാസത്തിനോ ഉള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുത്തു എന്നിങ്ങനെ പറയാൻ കേട്ടോ. അത് ഭൂമി ഒന്ന് എറിഞ്ഞു നോക്കുന്നതായിരിക്കും. പക്ഷേ അത് ഭവാനി ആണെങ്കിൽ അത് ഇങ്ങനെ ടെൻഷനായി അല്ലെങ്കിൽ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നതുപോലെ ഭവാനി നിൽക്കുകയാണ് ഈ ഭൂമിയുടെ വാക്കുകൾ കേട്ട്. അപ്പോൾ തന്നെ ഭൂമി ഉറപ്പിക്കുകയാണ് ഭവാനിയാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പിക്കുകയാണ്. ആ ദിവസം രാത്രിയിൽ തന്നെ ഭൂമിയെ കൊല്ലാൻ
കൊല്ലാൻ വേണ്ടി ഗുണ്ടകൾ വരികയാണ് കേട്ടോ. അങ്ങനെ ഗുണ്ടകൾ വരുമ്പോഴേക്കും നമ്മുടെ ഭൂമി അതിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുകയാണ്. നമ്മുടെ അജയ് ആയിരിക്കും രക്ഷപ്പെടുത്തുന്നത്. ആ ഒരു ഇൻസിഡൻറ്റോടുകൂടി അജയും ഭൂമിയും തമ്മിൽ പ്രണയത്തിലാവുകയും അങ്ങനെ അവരുടെ റൊമാൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നീട് അങ്ങോട്ട്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റോടുകൂടി നമ്മുടെ ഭൂമി മനസ്സിലാക്കുകയാണ് ഭവാനിയാണ് തന്നെ കൊല്ലാൻ ഗുണ്ടകളെ അയച്ചത് എന്നുള്ള കാര്യം. അങ്ങനെ ഭവാനീനെ ഭവാനിയുടെ ചെകിട്ടത്ത് തന്നെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, സത്യം പറഞ്ഞോണം, നിനക്കിതിൻ്റെയൊക്കെ പിന്നിൽ എന്താ നിൻ്റെ ഉദ്ദേശം? നിനക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നത്? ഇവിടുത്തെ സത്യൻ സാറിൻ്റെ മകളും ഭാര്യയെ നഷ്ടപ്പെട്ടതിൽ നിനക്ക് നല്ല പങ്കുണ്ട് എന്ന് പറയുമ്പോൾ ഭവാനി പറയുന്നുണ്ട്, അവർ നഷ്ടപ്പെട്ടതിൽ മാത്രമല്ലടി, നിൻ്റെ തന്ത സത്തതിലും എൻ്റെ പങ്കുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴായിരിക്കും ഭൂമി ഞെട്ടിത്തരിച്ച് നിൽക്കുന്നത്. അപ്രതീക്ഷിതമായ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഭൂമി ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. ഭൂമിയുടെ കൺട്രോൾ വിട്ടു പോയി എന്ന് തന്നെ പറയാം. അങ്ങനെ ഭൂമി പെട്ടെന്ന് തന്നെ ഭവാനിയുടെ കഴുത്തിൽ പിടിക്കുകയാണ്. എന്താ പറഞ്ഞത്? എൻ്റെ അച്ഛൻ മരിച്ചതിൽ നിനക്ക് പങ്കുണ്ടെന്നോ? അതേടി, പങ്കുണ്ട്. 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അങ്ങേരും തമ്മിൽ ചെറിയ ഇടപാടുകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ എന്നെ പറ്റിക്കാൻ അങ്ങേര് നോക്കി, അതുകൊണ്ട് ഞാൻ അങ്ങേരെ അങ്ങ് തീർത്തു. ഇനി നിന്നെയും ഞാൻ തീർക്കും എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഭൂമിയുടെ സമനില തെറ്റിപ്പോവുകയാണേ. ഭൂമി അങ്ങനെ ഭവാനിക്കിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഭൂമിയുടെ ദേഷ്യം തീരുന്നതും വരെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ സത്യം ഞാൻ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. എല്ലാവരുടെ മുൻപിൽ നല്ല പിള്ള നടക്കുന്ന നിങ്ങളുടെ മുഖംമൂടി ഞാൻ അയച്ചുവിടും. എൻ്റെ അച്ഛനെ, എൻ്റെ ജീവനെയാണ് നിങ്ങൾ എന്നിൽ നിന്ന് പറിച്ചെടുത്തത് എന്നൊക്കെ പറയുമ്പം, നിൻ്റെ അച്ഛനോ? ഏത് വകയിലാടി നിൻ്റെ അച്ഛൻ? അങ്ങേര് നിൻ്റെ അച്ഛനൊന്നും അല്ല, നിൻ്റെ അമ്മയോട് പോയി ചോദിക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നീ അധികകാലമൊന്നും ഇനി ഇല്ലടി, പെട്ടെന്ന് തന്നെ നിന്നെ മേപ്പോട്ടെടുക്കാനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സത്യം ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞത്, നിൻ്റെ അച്ഛൻ അച്യുതനല്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഇത് കേട്ട് ആകെ തളർന്നു നിൽക്കുന്ന ഭൂമിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമി ആ സത്യത്തിൻ്റെ ആ ഒരു വഴിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ സത്യനാണ് തൻ്റെ അച്ഛനെന്നുള്ള കാര്യങ്ങളും അങ്ങനെ പതിയെ മനസ്സിലാക്കുന്ന ആ ഒരു എപ്പിസോഡ്. അപ്പോൾ ഇത് ഒരുപാട് എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള സ്റ്റോറിയാണ് കേട്ടോ പറഞ്ഞത്.